ലഹരിക്കെതിരെ കടുത്ത നടപടിയുമായി കേരള പോലീസ്. ലഹരി കടത്തിയാൽ ഇനി മുതൽ സ്വത്ത് കണ്ടുകെട്ടും. ഈ സ്വത്ത് ലഹരി ഇടപാടിലൂടെ കിട്ടിയതല്ലെന്ന് പ്രതി തെളിയിക്കുകയും വേണ്ടിവരും. സ്ഥിരം വിൽപ്പനക്കാരെ കരുതൽ തടങ്കലിലാക്കുമെന്നും കേരള പോലീസ് പറയുന്നു. ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ പോലും കർശന നടപടി സ്വീകരിക്കാൻ ക്രമസമാധാന വിഭാഗം ADGP മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം നിർദ്ദേശിച്ചു. NDPS നിയമത്തിലെ 68F വകുപ്പ് പ്രകാരമാകും സ്വത്തുക്കൾ കണ്ടുകെട്ടുക. കണ്ടുകെട്ടിയ സ്വത്ത് ലഹരി ഇടപാടിലൂടെ സമ്പാദിച്ചതല്ലെന്ന് പ്രതി തെളിയിക്കണം. പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളുമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ലഹരിക്കടത്ത് തടയാൻ നടപടിയെടുക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന പാഴ്സലുകൾ പ്രത്യേകം നിരീക്ഷിക്കും. DJ പാർട്ടികൾ നിരീക്ഷിക്കും. ലഹരിയുമായി ബന്ധപ്പെട്ട് വിചാരണയിലുള്ള കേസുകളുടെ സ്ഥിതിയും പരിശോധിക്കും. ബീറ്റ് പോലീസ് ഓഫീസർമാർ മുഖേന റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച് അവബോധം നടത്തും. അതേസമയം 5 ദിവസത്തിനിടെ എക്സൈസ് റെയ്ഡിൽ പിടികൂടിയത് 56.9 ഗ്രാം MDMA, 21.11 ഗ്രാം മെത്താഫിറ്റാമിൻ, LSD നൈട്രോസെഫാം ടാബ്ലറ്റ്, 10.2 ഗ്രാം ഹെറോയിൻ, 4 ഗ്രാം ചരസ്, 2.05 ഗ്രാം ഹാഷിഷ്, 23.7 ഗ്രാം ഹാഷിഷ് ഓയിൽ, 77.8 കിലോഗ്രാം കഞ്ചാവ് എന്നിങ്ങനെയാണ്. രണ്ടാഴ്ചക്കിടെ പോലീസും 1.664 കിലോഗ്രാം MDMA, 180 കിലോഗ്രാം കഞ്ചാവ്, 2824 കഞ്ചാവ് ബീഡികൾ എന്നിവയും പിടികൂടി. 3821 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 3964 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.